ഏവർക്കും പ്രിയപ്പെട്ട താരകുടുംബമാണ് ജയറാമിൻ്റേത്. സിനിമകളുടെ തിരക്കുകൾക്കിടയിലും കുടുംബത്തോടൊപ്പമുള്ള സമയത്തിന് ജയറാം എന്നും പ്രാധാന്യം നൽകി. ഭാര്യ പാർവതിയെക്കുറിച്ച് ജയറാം പരാമർശിക്കാത്ത അഭിമുഖങ്ങളില്ല. പ്രണയകാലത്തെക്കുറിച്ചും ഇന്നും സന്തോഷത്തോടെ ജയറാം സംസാരിക്കുന്നു. മലയാള സിനിമാ ലോകത്ത് ഇത്രയും പ്രശസ്തമായ മറ്റൊരു പ്രണയകഥയുണ്ടോ എന്ന് സംശയമാണ്. പാർവതി സിനിമകളിൽ സജീവമായിരുന്ന കാലത്താണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. ഇനി കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ വിവാഹത്തോടെ പാർവതി തീരുമാനിച്ചു. ജയറാം അപ്പോഴേക്കും വലിയ താരമായി മാറി. ജയറാം സിനിമകളുടെ തിരക്കിലായിരുന്നപ്പോൾ പാർവതി കൂട്ടായി ഒപ്പമുണ്ടായിരുന്നത് മക്കളായ കാളിദാസും മാളവികയുമാണ്. മക്കൾക്ക് രണ്ടുപേർക്കും അമ്മയോടുള്ള സ്നേഹം വളരെ വലുതാണ്. എല്ലാ സന്തോഷങ്ങളിലും പാർവതിയും മക്കളും ഒന്നിച്ചു നിൽക്കുന്നു. ഇപ്പോഴിതാ പാർവതിയുടെ പിറന്നാൾ ദിനത്തിൽ കാളിദാസും മാളവികയുടെയും ആശംസകളാണ് ആരാധകരുടെ ശ്രദ്ധ നേടുന്നത്. പാർവതി കുഞ്ഞായ കാളിദാസിനെയും എടുത്തു നിൽക്കുന്ന ഫോട്ടോയാണ് കാളിദാസ് പങ്കുവച്ചത്. പെൺകുട്ടിയുടെ വേഷത്തിലാണ് ചിത്രത്തിൽ കാളിദാസിനെ കാണുന്നത്. വൈകാരികമായ വരികളോടെയാണ് മാളവിക അമ്മയ്ക്ക് പിറന്നാൾ ആശംസ അറിയിച്ചത്. നീ വളർന്ന ശേഷം എന്നെ അത്രയധികം ആവശ്യമില്ലാത്ത ഒരു ദിവസം വരുമെന്ന് നിങ്ങൾ എന്നോട് പറയാറുണ്ടായിരുന്നു. ഞാൻ വളർന്നു എന്നത് സത്യമാണ്, പക്ഷെ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്കിപ്പോഴും നിങ്ങളെ വേണം. മുൻപത്തെ പോലെ തന്നെ. നിങ്ങൾക്കുണക്കാൻ പറ്റാത്ത മുറിവില്ല. നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റാത്ത മോശം ദിവസങ്ങളുമില്ല. ഒരു വാക്ക് പോലും പറഞ്ഞില്ലെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോഴും അറിയുന്നു. നമ്മൾ 2 വീടുകളിലായിരിക്കും താമസിക്കുന്നത്, പക്ഷേ നിങ്ങളാണ് എപ്പോഴും എൻ്റെ വീട്. ജീവിതത്തിൽ എന്തൊക്കെയുണ്ടായാലും അമ്മയെ ആവശ്യമില്ലാത്ത ഒരു ദിവസമില്ലെന്ന് പറഞ്ഞാണ് മാളവിക തൻ്റെ പിറന്നാൾ ആശംസാ കുറിപ്പ് അവസാനിപ്പിച്ചത്. കഴിഞ്ഞ വർഷമായിരുന്നു മാളവികയുടെ വിവാഹം. ഇതോടെ അമ്മയും മക്കളും തമ്മിലുള്ള ആത്മബന്ധമാണ് വെളിപ്പെടുന്നത്. തങ്ങളൊന്നും പറയാതെ തന്നെ തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അമ്മയെല്ലാം അറിയുമെന്നാണ് മാളവിക പറഞ്ഞത്. എല്ലാം അമ്മ തന്നെ പരിഹരിക്കും. മുഖമൊന്ന് വാടിയിരുന്നാൽ പോലും അമ്മ അതറിയും. ഞാൻ വിദേശത്താണെങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മോശം കാര്യം സംഭവിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അമ്മയാണ് അത് പരിഹരിക്കാറ്. അമ്മയ്ക്കല്ലാതെ അതിന് ആർക്കും കഴിയില്ലെന്നും മാളവിക പറയുന്നു. ഭർത്താവ് നവനീതുമായിട്ടുള്ള പിണക്കം പോലും അമ്മയാണ് പരിഹരിക്കാറ്. തങ്ങൾ പിണങ്ങിയിരുന്നാൽ പോലും അമ്മയ്ക്കത് അറിയാൻ പറ്റും എന്നാണ്. നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും അമ്മ അതൊരു വാക്കുകൊണ്ടെങ്കിലും മനസ്സിലാക്കുമെന്നും മാളവിക പറഞ്ഞിരുന്നു. വിവാഹശേഷം ഭർത്താവ് നവനീതിനൊപ്പം വിദേശത്താണ് മാളവിക കഴിയുന്നത്. മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീനം പാർവതി തന്നെയാണ്. മക്കൾക്കൊപ്പമാണ് താൻ വളർന്നതെന്നാണ് പാർവതി ഒരിക്കൽ പറഞ്ഞത്. മക്കളോട് ഞാൻ ദേഷ്യപ്പെടാറില്ല, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവർ 2 പേരും നല്ല കുട്ടികളാണ്. അമ്മ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ അവർ അപ്പോൾ തന്നെ പറയുമെന്നും പാർവതി പറഞ്ഞു. ചെയ്ത സിനിമകളിൽ കുറെ കൂടി നന്നായി അഭിനയിക്കാമായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്ന് ശ്രദ്ധ മുഴുവൻ ജയറാമിലായിരുന്നെന്നും പാർവതി ഒരിക്കൽ പറയുകയുണ്ട്.